2015 മെയ് 16 കോട്ടയം പാറമ്പുഴയിൽ മൂലേപ്പറമ്പിൽ ലാലിസൺ, ഭാര്യ പ്രസന്നകുമാരി, മകൻ പ്രവീൺ എന്നിവരെ ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന നരേന്ദ്രകുമാർ കൊലപ്പെടുത്തുന്നത്. ഒരാഴ്ചയ്ക്കകം ഇയാളെ ഉത്തർപ്രദേശിൽ നിന്നും പോലീസ് പിടികൂടി. ദൃക്സാക്ഷികളില്ലാത്ത കേസായതിനാൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ മാർഗങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. മോഷണത്തിനായി പ്രതി കരുതിക്കൂട്ടി നടത്തിയ ദാരുണമായ കൊലപാതകം അപൂർവമായി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. 302 പ്രകാരം വധശിക്ഷ, 397, 457, 480 വകുപ്പുകളിൽ ഇരട്ട ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ അനുഭവിക്കണം. നമ്മുടെ മൈഗ്രന്റ് ലേബേഴ്സ് ഒരു മെസ്സേജ് ആയിരിക്കുന്നത്, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു മെസ്സേജാണ് സെൻഡ് ചെയ്തിരിക്കുന്നത് കോടതി. അത് വളരെ ബ്രൂട്ടലായിട്ട് വന്നതാണ്, വളരെ പ്രീ പ്ലാൻഡ് ആണ്. റെയർസ്റ്റ് ഓഫ് റെയർ ആയിട്ട് കോടതി ഫൈൻഡ് ചെയ്തു. അവിടെ ആഴ്ചയിലായിട്ട് അവിടെ താമസിച്ച ഒരു വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു ആക്ടാണ്. 53 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 100 പ്രമാണങ്ങളും 40 തൊണ്ടിമുതലുകളും ഹാജരാക്കി. കൊല നടന്ന 80-ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. വിധിയിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും തന്റെ സാമ്പത്തിക ബാധ്യതകളുടെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ നിന്നും ഇടപെടലുകൾ വൈകുകയാണെന്ന് കൊല്ലപ്പെട്ട പ്രവീണിന്റെ സഹോദരൻ ബിപിൻ ലാൽ പ്രതികരിച്ചു. 23 മാസത്തോളമായി ഇത്ര നാളായിട്ടും സർക്കാർ നടപടികൾ, കോടതിയിലെ നടപടി പോലും തീർന്നിട്ടും ബാക്കി സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾ നീങ്ങുന്നില്ല എന്ന് പറയുന്നതിൽ ഒരാക്ഷേപമുണ്ട്. അതിൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും കാര്യമായി തന്നെ എടുക്കണം. കാരണം ബാക്കി ആശ്രിത നിയമത്തിൻ്റെ നടപടികൾ പോലെയല്ല. ശിക്ഷാ നടപടികൾ ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമേ നടപ്പിലാക്കൂ. കോട്ടയം പ്രിൻസിപ്പൽ ജഡ്ജി എം ശാന്താകുമാരി മുമ്പാകെയാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. റിപ്പോർട്ടർ, കോട്ടയം.